കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ തുറന്നാൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രേമലുവിൻ്റെ വിശേഷങ്ങളും സിനിമയെക്കുറിച്ചിട്ടുള്ള പോസിറ്റീവ് റിവ്യൂകളുമാണ്. സൂപ്പർ ഷണ്ണിക്ക് ശേഷം ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത സിനിമയാണ് പ്രേമലു. പ്രേമലു പറയുന്നത് പുതിയ തലമുറയിലെ യുവത്വത്തിൻ്റെ കഥയാണ്. പക്ഷേ ജനറേഷൻ ഗ്യാപ്പ് ഇല്ലാതെ ഏവർക്കും ആസ്വദിക്കാൻ സാധിക്കും. ഒരു പ്ലഷർ ട്രിപ്പ് പോയതുപോലെ 2.5 മണിക്കൂർ ആസ്വദിച്ച് രസിച്ചിരുന്ന് കാണാവുന്ന, ഒട്ടും ബോറടിക്കാത്ത ഒരു ഫൺ റൈഡ് അതാണ് പ്രേമലു എന്നാണ് സിനിമ കണ്ടിറങ്ങിയവർ അഭിപ്രായപ്പെടുന്നത്. ചിത്രത്തിലെ നായകനായ നസ്ലിനും നായിക മമിത ബൈജുവിനും പുറമെ സിനിമയുടെ റിലീസിന് ശേഷം ആരാധകരുടെ മനസ്സിൽ കയറിക്കൂടിയ ചില കഥാപാത്രങ്ങളും അവയെ അവതരിപ്പിച്ച താരങ്ങളുമുണ്ട്. അതിലൊരാളാണ് ആദി എന്ന കഥാപാത്രത്തെ മികച്ചതാക്കിയ ശ്യാം മോഹൻ. യൂട്യൂബ് OTT വെബ് സീരീസുകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയെടുത്ത നടനാണ് ശ്യാം മോഹൻ. സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം, നല്ലൊരു ഗായകൻ കൂടിയാണ്. ആങ്കറിങ്ങിലൂടെ കരിയർ ആരംഭിച്ച ശ്യാം മോഹൻ പൊന്മുട്ട, ബെറ്റർ ഹാഫ്, നൈറ്റ് ഷിഫ്റ്റ്, ഫേസ് ടു ഫേസ് തുടങ്ങിയ വെബ് സീരീസിൽ തിരക്കഥ എഴുതി അഭിനയിച്ചിരുന്നു. ഇതിലൂടെയാണ് താരം പ്രേക്ഷക നേടിയത്. ശ്യാം തൻ്റെ ബാങ്കിംഗ് ജോലി ഉപേക്ഷിച്ചാണ് അഭിനയ രംഗത്ത് സജീവമായത്. കൂടാതെ പത്രോസിൻ്റെ പടപ്പുകൾ, ഹെവൻ എന്നീ സിനിമകളിലും അഭിനയിച്ചു. ഹെവൻ എന്ന ചിത്രത്തിലെ പോലീസ് വേഷത്തിന് ശ്യാമിന് മികച്ച സ്വീകാര്യത ലഭിച്ചിരുന്നു. ഇപ്പോഴിതാ പ്രേമലുവിലെ ആദി ഹിറ്റായതോടെ തൻ്റെ ഇതുവരെയുള്ള സിനിമാ ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് മനോരമ ഓൺലൈന് നൽകിയ അഭിമുഖത്തിൽ നടൻ. ഒരു അഭിനേതാവ് എന്ന നിലയിൽ തിരിച്ചറിയപ്പെടാൻ 6-7 വർഷം വേണ്ടി വന്നു. പ്രേമലു പോലെ ഒരു സിനിമ സംഭവിക്കാൻ എനിക്ക് 9 വർഷം എടുത്തു. 2015 ഞാൻ ജോലി രാജിവെക്കുന്നത്. ആ തീരുമാനമെടുത്തപ്പോൾ എല്ലാവരും ചോദിച്ചത് ഇവൻ എന്തിൻ്റെ കേടാണെന്നാണ്. കാരണം മുംബൈ പോലൊരു സിറ്റിയിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ഉണ്ടാവുക എന്നത് പലരുടെയും സ്വപ്നമാണ്. എൻ്റെ ബന്ധുവീട്ടിൽ താമസിച്ചാണ് ഞാൻ ജോലിക്ക് പോയിരുന്നത്. പലർക്കും വാടകയ്ക്കാണ് വലിയ തുക അവിടെ ചെലവഴിക്കേണ്ടി വരിക. എനിക്ക് ആ ചിലവ് പോലുമില്ല. അന്ന് എൻ്റെ കൂടെ ജോലി ചെയ്തവർ ഇപ്പോൾ UK-യിലും UA-യിലും എല്ലാം സെറ്റിൽഡ് ആണ്. ആ കോർപ്പറേറ്റ് ജീവിതം സത്യത്തിൽ പ്രേമലുവിലെ കഥാപാത്രത്തിനെ ഏറെ സഹായിച്ചു. തിരുവനന്തപുരത്താണ് സ്വദേശം. ജോലി രാജിവെച്ച് ഞാൻ പോയത് കൊച്ചിയിലേക്കാണ്. അവിടെ സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളുമായി കൂടി. അവിടെ നിന്നാണ് എൻ്റെ ക്രിയേറ്റിവിറ്റി എന്താണെന്നൊക്കെ എക്സ്പ്ലോർ ചെയ്തത്. ആദി എന്ന കഥാപാത്രം പറയുന്ന ജസ്റ്റ് കിഡിങ് പ്രേക്ഷകർ ഏറ്റെടുത്തു. എന്നെ കാണുമ്പോഴേ ആളുകൾ ആദി ചെയ്യുന്നത് പോലെ കൈകൊണ്ട് ആ ആക്ഷൻ കാണിച്ചാണ് സംസാരിച്ചു തുടങ്ങുന്നത്. JK ചേട്ടൻ എന്നുള്ള പേര് വീണു. സോഷ്യൽ മീഡിയയിൽ വരുന്ന മെസ്സേജുകളിലും നിറയെ ജസ്റ്റ് കിഡിങ് ആണ്. ആദ്യം പറയും നിങ്ങളുടെ അഭിനയം വളരെ മോശമായിരുന്നെന്ന്, എന്നിട്ട് പറയും ജസ്റ്റ് കിഡിങ് എന്ന്. മീമുകളിലേക്കും ഈ ഡയലോഗ് കയറിയിട്ടുണ്ട്. ഓഡീഷൻ കൊടുക്കുന്ന സമയത്ത് ആദി എന്ന കഥാപാത്രത്തിന്റെ പ്രാധാന്യം അറിയില്ലായിരുന്നു. ഗിരീഷ് ഞാൻ ചെയ്തിട്ടുള്ള വർക്കുകൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം എന്നെ ഓഡീഷന് വിളിക്കുന്നത്. സ്മോളിൽ പാടിക്കൊണ്ടിരുന്ന സമയത്താണ് ഭാര്യ ഗോപികയെ പരിചയപ്പെടുന്നത്. അപ്പോൾ മുതൽ എനിക്ക് കട്ട സപ്പോർട്ടായി എൻ്റെ കൂടെയുണ്ട്. എൻ്റെ സ്വപ്നങ്ങളും പരിപാടികളും നന്നായി അറിയുന്ന ആളാണ്. വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം ആയതേ ഉള്ളൂ. സുഹൃത്തുക്കൾ പറയും എൻ്റെ ഭാഗ്യദേവത ഗോപിയാണെന്നാണ്. കാരണം എൻ്റെ മേജർ വർക്കുകളെല്ലാം പുറത്തു വന്നത് വിവാഹത്തിന് ശേഷമാണ്. നൈറ്റ് കോൾ എന്നൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിരുന്നു. എനിക്കൊരു സീരിയസ് റോൾ ചെയ്യാൻ പറ്റുമെന്ന് ആളുകൾ തിരിച്ചറിഞ്ഞത് അതിലൂടെയാണ്. ഒരുപാട് സ്ഥലത്ത് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. വിളിച്ച് റോൾ ഉണ്ടെന്ന് പറയൂ, പിന്നെ കാഷ്വലായി വിളിച്ച് അതില്ലടാ എന്ന് പറയുക. ഓഫർ ചെയ്തതിന് ശേഷം മാറ്റി നിർത്തുക. ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ സംസാരിക്കാൻ മുഖം തരാതെ നിൽക്കുക. അങ്ങനെ പല അനുഭവങ്ങളുണ്ട്. അങ്ങനെ ചെയ്തവരിൽ ചിലരെല്ലാം പ്രേമലു കണ്ടതിന് ശേഷം വിളിച്ചുവെന്നാണ് ശ്യാം മോഹൻ ഇതുവരെയുള്ള സിനിമാ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചു പറഞ്ഞത്.